സൺഡേ ആയിട്ട് ഈവനിങ്ങിൽ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടനൊപ്പം കൂടിയതാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ നമ്മുടെ അടുത്തുള്ള ഗോൾഡൻ ഫിഷ് പാർക്കിലാണ് പോയത്. അത്യാവശ്യം ബേസിക്കായിട്ട് കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ ഇച്ചിരി ടൈം ഇരിക്കാൻ പറ്റുന്ന ഒരു കുട്ടി പാർക്കാണ്. നമുക്കൊരു മൈൻഡിന് റിലാക്സേഷനാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കുളം മാതിരി ഉണ്ട്, അതിനകത്ത് കുറേ അരയന്നങ്ങളും പിന്നെ ഇത് ഇങ്ങനെ 2 ബോട്ടുണ്ട്, അതിനകത്ത് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ സവാരി നടത്താം. ഞങ്ങൾക്ക് ഇത് കയറാൻ പേടിയായിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവിടെ നോക്കുന്ന ആളും ഏട്ടൻ്റെ ഫ്രണ്ടാണ്, പുള്ളിക്കാരനാണ് പിന്നെ കൂടിയിരുന്നത്. അങ്ങനെ നമ്മളും ഒന്ന് കറങ്ങി. ആളുകളൊക്കെ അതിന് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങൾ വന്നിരുന്നത് കഴിക്കുന്നുമുണ്ട്. ഈവനിങ് ടൈമിൽ നല്ലൊരു കാഴ്ചയാണ് ഇതുങ്ങളുടെ ഈ സൗണ്ടും ഈ ഒരു എന്താണ് ക്ലൈമറ്റും ഒക്കെ കൂടെ. അല്ലി ചേച്ചി ചേച്ചി ഓ ഷോ ആ കിടക്ക് താഴെ വീണടേ. പാർക്കിൻ്റെ ഒരു വശത്തായിട്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ പോച്ചയൊക്കെ ആയിട്ടും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഒക്കെ ഉണ്ട്. ഇവിടെ സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൻ്റെ കുട്ടീനെ ഇവിടെയാണ് സ്കേറ്റിംഗ് ക്ലാസ്സിന് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്താകുമ്പോൾ ഇങ്ങനെ വീണാലും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കും വീഴും. ചേച്ചിയുടെ പുറകെ ഓട്ടമാണ് മെയിൻ പണി. പിന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ കോഴികൾ, പ്രാവ്, മുയൽ അതൊക്കെയുണ്ട്. പിന്നെ അതിനെ കാണാം. ഏതാണ്ടൊക്കെ തരം പ്രാവുകളായത്. ഓമന വേണ്ടിരിക്കുന്ന ഒരു പ്രാവ. മുയലൻകുട്ടന്മാർക്ക് കൊടുക്കാനായിട്ട് കാബേജിൻ്റെ തോല തന്നെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മുത്താണെങ്കിൽ കുറേ വാരിയാണ് നിങ്ങൾക്ക് കൊടുക്കാം. അതിനകത്ത് കുഞ്ഞു പൊടി കുഞ്ഞുങ്ങളെ തൊട്ടിട്ട് വലിയത് ഒത്തിരി മുയലുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇവരിടയ്ക്ക് വെള്ളത്തിൽ പോകും, പിന്നെ കരയിൽ കയറും, പിന്നെയും വെള്ളത്തിൽ പോകും. അങ്ങനെ അവരിങ്ങനെ നടക്കുകയാണ്. ആളുകളൊക്കെ അടുത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ കൊത്താനുള്ള സാധ്യതയുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് മണിത്താറാവ്, അതും ഏകദേശം ഇതുമാതിരി തന്നെ ഇരിക്കുന്നതാണ്. അത് പക്ഷേ ആളുകളെ കൊത്തും. അപ്പോൾ അതിൻ്റെ ഒരു ജനസിൽപ്പെട്ടതാണ് ഈ താറാവ് വർഗത്തിൽപ്പെട്ട എന്ന് ആണല്ലോ ഇവരെല്ലാവരും. അപ്പോൾ ഇത് പക്ഷേ അങ്ങനെ കൊത്തുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള അതേ ഏരിയ ഉണ്ട്, കുറേ റൈഡ്സൊക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ അതിനകത്തൊക്കെ പിള്ളേർ കയറി നിന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അധികം കുട്ടികളാരും ഇല്ലായിരുന്നു. പിന്നെ ഇതാണ് ആ പൂള്, ഇതിനകത്താണ് മറ്റേ ആ ബോട്ടിൽ ഇങ്ങനെ പോകുന്നതും താറാക്കുട്ടികൾ നടക്കുന്നതും ഒക്കെ. വന്ന ന്യൂറോളല്ലേ അവനോ അപ്പോയിൻമെന്റ് ഒന്നുമില്ല, കൂട്ടത്തിൽ കിട്ടും. ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പോയി ഓഫീസിൽ പോയിരിക്കും. വന്നല്ലേ എങ്ങനെ ഒരു സ്റ്റോർ കൊടുത്തില്ലല്ലോ, അവന് കടയിൽ വയ്ക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോയത് ഡൽഹി റോഡ് പോകുന്നിടത്താണ്. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഇതാണ് പാർക്കിൻ്റെ വെളിയിലുള്ള ഭാഗം കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ സ്റ്റാച്യൂകൾ കൊടുത്തിട്ടുണ്ട്. ഈ യോഗ ചെയ്യുന്നതിൻ്റെ ഓരോ പൊസിഷനാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും അവിടെ ഇങ്ങനെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. എനിക്കത്ര വശമില്ല യോഗയൊന്നും, പക്ഷേ അതിന് ഈ സൂര്യ നമസ്കാരത്തിൻ്റെതാണ് കൂടുതൽ കാണിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂര്യ നമസ്കാരം ചെയ്യുന്നതിന് കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെ സ്റ്റാച്യു മാതിരി. ഇതൊക്കെ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാണ് പണിഞ്ഞത് കേട്ടോ. ഇത് പണിയുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നത് ഇത് എന്താണെന്നുള്ളത്. തൊട്ടടുത്താണ് നമ്മളുടെ, പക്ഷേ ഇവിടെ വരുന്നത് ഇതാദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ പിന്നീട് പോയത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനാണ്. ആ പോയ വഴിക്ക് അവിടുന്നൊരു തേങ്ങാവെള്ളം കുടിച്ചു. അങ്ങനെ തേങ്ങാവെള്ളം കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ വീട്ടിൽ വന്ന് ഛർദിലായി, ബോധക്കേടായി, പിന്നെ ഫുഡൊന്നും കഴിക്കാതെ അങ്ങനെ കിടന്നുറങ്ങി. പിറ്റത്തെ ദിവസമായിട്ടാണ് എനിക്കൊരു ഇച്ചിരി ലെവൽ വീണത്. സാധാരണ ക്ഷീണം മാറാനാണ് തേങ്ങാവെള്ളം കുടിക്കുന്നത്, ഇത് തേങ്ങാവെള്ളം കുടിച്ച ആകപ്പാടെ ക്ഷീണമായി. അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ കട. വൈകുന്നേര സമയമായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അല്ലെങ്കിൽ ഇത് ഡൽഹി റൂട്ടാണ്, അതുകൊണ്ട് മിക്കവാറും എപ്പോഴും തന്നെ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം.